ബെൽജിയം യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസ് നഗരം ഒന്ന് ചുറ്റിക്കാണാനുള്ള യാത്രയാണ്. ബസ്സിലാണ് യാത്ര. ബസ്സിൻ്റെ ഡോർ അടഞ്ഞു. ആ തൂണിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ചെറിയ ബ്ലൂ ഡിസ്പ്ലേയോട് കൂടിയ യൂണിറ്റ് കണ്ടോ? ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെയുള്ള യാത്രാ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള യൂണിറ്റാണത്. മോബിബ് കാർഡ് എന്ന യാത്രക്കാരുടെ യാത്രാ ടിക്കറ്റുകൾ എല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ വാലറ്റ് സംവിധാനമാണത്. മോബിബ് പേഴ്സണൽ എന്നും മോബിബ് ബേസിക് എന്നും രണ്ട് ടൈപ്പ് കാർഡുകളുണ്ട്. മോബിബ് പേഴ്സണൽ ഉപയോഗിക്കുന്ന ആളിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാർഡാണ്. മോബിബ് ബേസിക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാവുന്ന ടൈപ്പ് കാർഡാണ്. ഒരു ട്രാം വന്നു കിടക്കുന്നത് കണ്ടോ? ബസ്സും ട്രാമുമെല്ലാം സിഗ്നൽ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. മോബിബ് കാർഡ് ഉപയോഗിച്ച് ബസ്സിലോ ട്രാമിലോ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോ യാത്ര ചെയ്യാം. ബ്രസൽസിലെ മഡൗ എന്ന സ്ഥലമാണിത്. വാഹനങ്ങൾ താഴേക്കിറങ്ങി പോകുന്നത് മഡൗ ടണലിലേക്കാണ്. യൂറോപ്യൻ കൗൺസിൽ ഓൺ റെഫ്യൂജീസ് ആൻഡ് എക്സൈൽസ് മഡൗവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആർട്ടിക്കുലേറ്റഡ് ബസ്സിലാണ്. അതായത് 2 യൂണിറ്റ് ചേർന്നതാണ് ഈ ബസ്. മധ്യഭാഗം ബെൻഡ് ചെയ്യും. തിരുവനന്തപുരത്തൊക്കെ പണ്ട് ഉണ്ടായിരുന്ന റോഡ് ട്രെയിനിന്റെ ഒരു മോഡൽ. ഈ കാണുന്നത് ഫ്ലെമിഷ് യൂത്ത് പാർലമെന്റ് ബിൽഡിംഗ് ആണ്. അതായത് ബെൽജിയത്തിലെ 3 യൂത്ത് പാർലമെന്റുകളിൽ ഒന്ന്. ജുഗട്ട് പാർലമെന്റ് ജുനൈസ, പാർലമെന്റ് ജുനൈസ വലോണി ബ്രസൽസ് എന്നിവയാണ് മറ്റു 2 യൂത്ത് പാർലമെന്റുകൾ. അതായത് ചെറുപ്പക്കാരെ ദേശീയ വിഷയങ്ങളിലേക്കും പാർലമെന്റ് കാര്യങ്ങളിലേക്കും എൻകറേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഈ മുകളിൽ കാണുന്നത് റോഡിന് മുകളിലൂടെ 2 വശത്തുമുള്ള ബിൽഡിങ്ങുകളെ ബന്ധിപ്പിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള പാസേജ് ആണ്. ബെൽജിയൻ പാർലമെന്റിന്റെ പിൻവശത്തുള്ള എൻട്രൻസ് ആണിത്. ബെൽജിയൻ ഫെഡറൽ പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ബസ്സാണ് ഈ കാണുന്നത്. ഫെഡറൽ പബ്ലിക് സർവീസ് ഓഫീസ്, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റേത് ഉൾപ്പെടെയുള്ള ഓഫീസുകൾ. അത്യാവശ്യത്തിന് ചുവരെഴുത്തുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലേതുപോലെ പോസ്റ്റർ ഒട്ടിച്ചും തുപ്പിയും വൃത്തികേടാക്കിയിട്ടില്ല. പ്ലേസ് ഡി ലമോണെ സെൻട്രൽ ബ്രസൽസിലെ റോയൽ തിയേറ്ററും നാഷണൽ ഓപ്പറ ഹൗസും ഒക്കെയാണിത്. അപ്പുറത്ത് മുണ്ട് പുണ്ട് എന്നെഴുതിയിരിക്കുന്നത് ഒരു പബ്ലിക് ലൈബ്രറിയാണ്. ഈ സെൻട്രൽ ബ്രസൽസ് സ്ക്വയറിന് താഴെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ ആണ്. ഈ കാണുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ആ ഫെൻസിംഗ് പോലെ കാണുന്നത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയുടെ എക്സിറ്റ് ആണ്. ഒരു വാഹനം വെളിയിലേക്ക് വരുന്നത് കണ്ടോ? ആ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന്റെ എക്സിറ്റ് മുന്നിൽ കാണുന്ന റോഡിലേക്കാണ് ചെന്നിറങ്ങുന്നത്. കുട്ടികളെ സ്ട്രോളറിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോകുന്നവരെ കണ്ടോ? വഴിയരികിലെ റെസ്റ്റോറൻറ്റുകളിൽ ഷവർമയുടെ ബോർഡ് വച്ചിരിക്കുന്നു. ഇതൊക്കെ വാക്ക് വേ ആണ്. വാഹനങ്ങൾ വരില്ല. വഴിയിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന ചെറുപ്പക്കാർ. അവരുടെ വരുമാനം ഇതായിരിക്കാം. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഉദ്ദേശിച്ചായിരിക്കും പ്രകടനം.
വഴിയരികിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. നടന്ന് ഒടുവിൽ ഗ്രാൻഡ് പ്ലേസിലെത്തി. നേരെ കാണുന്ന ആ ബിൽഡിംഗ് ഹൗസ് ഓഫ് ദി ഡ്യൂക്സ് ഓഫ് ബ്രാബന്റ് ആണ്. അതിന് ഇടതുവശത്ത് ഗിൽഡ് ഹാളുകൾ ആണ്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് സിറ്റി മ്യൂസിയം ആണ്. മുൻപ് രാജാവിന്റെ കൊട്ടാരമായിരുന്ന കാലത്ത് അത് തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. 1695 ഫ്രഞ്ച് സൈന്യത്തിന്റെ പീരങ്കി ആക്രമണത്തിൽ ഈ ഗ്രാൻഡ് പ്ലേസ് തകർന്നു പോയിരുന്നു. പിന്നീട് 4 വർഷം കൊണ്ട് വളരെ വേഗത്തിൽ ഗ്രാൻഡ് പ്ലേസ് പുനർനിർമ്മിക്കപ്പെട്ടു. ഗ്രൂട്ട് മാർക്കറ്റ് എന്നും ഗ്രാൻഡ് പ്ലേസ് അറിയപ്പെടുന്നു. ക്രൂയിക്കൻബർഗിന്റെ പ്രഭുവായിരുന്ന എവാർഡ് ടി സെർക്ലൈസിന്റെ പ്രതിമ ഗ്രാൻഡ് പ്ലേസിനടുത്ത് ചാൾസ് ബുൾസ് സ്ട്രീറ്റിലാണ് ഇത്. 1355 ലൂയിസ് ഡിമാലെ ബ്രസൽസ് ആക്രമിച്ച് കീഴടക്കിയിരുന്നു. 1356 എവറാർഡ് ടി സെർക്ലൈസ് കുറച്ച് രാജ്യസ്നേഹികളെയും കൂട്ടി ലൂയിസ് ഡിമാലയിൽ നിന്നും ബ്രസൽസ് തിരികെ പിടിച്ചു. പിന്നീട് അദ്ദേഹം 5 തവണ നഗരത്തിന്റെ പ്രധാന ഓഫീസറായി. ഈ പ്രതിമയുടെ കയ്യിലും മറ്റും സ്പർശിക്കുകയും തടവുകയും ചെയ്താൽ അത് ഭാഗ്യം കൊണ്ടുവരുമെന്നും ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് വിനോദസഞ്ചാരികളും പരിസരവാസികളും ഈ പ്രതിമയിൽ തടവുന്നത് പതിവാണ്. 1849 1904 ഇടയിൽ ജൂലിയൻസ് ഡിലിയൻസ് എന്ന കലാകാരനാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഒരു പപ്പറ്റ് ഷോ, അതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചു നേരം കാണാം. മുന്നിൽ വച്ചിരിക്കുന്ന പെട്ടിയിൽ ആളുകൾ കോയിൻസ് ഇടുന്നുണ്ട്. പപ്പറ്റ് ഷോ നടത്തുന്ന കലാകാരൻ പപ്പറ്റീർ എന്നാണ് അറിയപ്പെടുന്നത്. പപ്പറ്റിൻ്റെ കൈകളും കാലുകളും മുഖവും വായും എല്ലാം മ്യൂസിക്കിനും സംഭാഷണത്തിനും അനുസരിച്ച് പപ്പറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചരട് ഉപയോഗിച്ച് ചലിപ്പിക്കുന്നു. കൂട്ടത്തിൽ പപ്പറ്റീറും കൈകാലുകൾ ചലിപ്പിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും കണ്ടു നിൽക്കാൻ നല്ല രസം തോന്നുന്ന ഒരു സംഭവമാണ് പപ്പറ്റ് ഷോ. വിനോദത്തിനും അതല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മറ്റും പപ്പറ്റ് ഷോയെ ഉപകാരപ്പെടുത്തുന്നു. അതിനു പുറമെ പപ്പറ്റീറിന്റെ വരുമാന മാർഗം കൂടിയാണ് പപ്പറ്റ് ഷോ. കുറച്ചു നേരം പപ്പറ്റ് ഷോ കാണാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കാഴ്ച കൂടിയാണ് പപ്പറ്റ് ഷോ. എത്ര നേരം വേണമെങ്കിലും അവർ നോക്കി നിൽക്കും. നല്ല മ്യൂസിക്കും തമാശ കലർന്ന സംഭാഷണവും കൂടിയായാൽ അതൊരു അനുഭവമായിരിക്കും. ഇവിടെ മറ്റൊരു കലാകാരൻ ചിത്രം വരയ്ക്കുന്നു. പുള്ളി വരച്ച ചിത്രങ്ങൾ വിൽപ്പനയ്ക്കും വച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പ്ലേസിൽ തന്നെയാണിത്. ഹൗസ് ഓഫ് ദി ഡ്യൂക്സ് ഓഫ് ബാർബററ്റിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. അതായത് മുന്നിൽ കാണുന്ന ആ ബിൽഡിംഗ്. ഗ്രാൻഡ് പ്ലേസിനടുത്തുള്ള സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റുകൾ. സ്ട്രീറ്റിന്റെ വശങ്ങളിൽ തന്നെ ടേബിളും കസേരയും ഇട്ടിരിക്കുന്നു. ഗ്രാൻഡ് പ്ലേസിനടുത്തുള്ള ചോക്ലേറ്റ് സ്ട്രീറ്റ്. ഇവിടുത്തെ വിശേഷങ്ങൾ ബെൽജിയം യാത്രയുടെ മുൻ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ തെളിയും.
ലോകത്തിലെ ഏറ്റവും ടേസ്റ്റും ക്വാളിറ്റിയുമുള്ള ചോക്ലേറ്റുകൾ ലഭിക്കുന്നിടമാണിത്. അതുപോലെ തന്നെ ബെൽജിയൻ ഫുഡും എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ മിക്കവാറും എല്ലാ ചോക്ലേറ്റ് ഷോപ്പിലും മനേക്കിന്റെ പ്രതിമ കാണും. ഈ ഷോപ്പിൽ ആ മുള്ളിക്കൊണ്ട് നിൽക്കുന്ന കുട്ടിയുടെ പ്രതിമ കണ്ടോ? ആ കാണുന്ന പ്രതിമ കണ്ടോ? അതാണ് മനേക്കിന്റെ പ്രതിമ. മനേക്ക് പീസ് എന്നറിയപ്പെടുന്നു. മുന്നിലെ ഫൗണ്ടന്റെ ബേസിനിലേക്ക് മുള്ളുന്ന ഒരു കുട്ടിയുടെ രൂപമാണ് ഈ പ്രതിമ. 15-ാം നൂറ്റാണ്ടിന് മുൻപേ സ്ഥാപിക്കപ്പെട്ടതാണ്. പല പ്രാവശ്യം മോഷ്ടിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തത് കാരണം ഇത് ആ പ്രതിമയുടെ ഒരു റെപ്ലിക്ക മാത്രമാണ്. ഒറിജിനൽ പ്രതിമ ബ്രസൽസ് സിറ്റി മ്യൂസിയത്തിലുണ്ട്. ഈ പ്രതിമയുടെ കൂടുതൽ കാര്യങ്ങൾ ബെൽജിയം യാത്രയുടെ മുൻഭാഗത്തിലുണ്ട്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഭാഗവുമായി ഉടനെ ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.